എൻ്റെ പേര് മാത്യു ഉമ്മൻ. എൻ്റെ സ്വദേശം കൊടുകുളഞ്ഞി. എൻ്റെ തെങ്ങൽ ഭവനത്തിൽ നിന്നാണ് ഞങ്ങൾ, എൻ്റെ ഭാര്യ ബെറ്റ്സി മാത്യു, ഞങ്ങൾ രണ്ടുപേരും ഇപ്പോൾ ഡിട്രോയിറ്റിലാണ് താമസിക്കുന്നത്. സോഫ്റ്റ്വെയറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ജോലിയാണ് ഞാൻ ചെയ്യുന്നത്. എൻ്റെ ഭാര്യ ബെറ്റ്സി ഫാർമസി ടെക്കായിട്ട് ജോലി ചെയ്യുന്നു. നാട്ടിൽ ഫാർമസിസ്റ്റ് ആയിരുന്നു. ഞാൻ കൊടുകുളഞ്ഞിയിൽ CMS UP സ്കൂളിൽ എൻ്റെ പഠനം തുടങ്ങി. അവിടെ 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ ആ സ്കൂളിലും 8 മുതൽ 10 വരെയുള്ള ക്ലാസ് ജോൺ മെമ്മോറിയൽ ഹൈസ്കൂളിലുമാണ് ഞാൻ പഠിച്ചത്. എൻ്റെ നാടിൻ്റെ ഒരു പ്രത്യേകത, എല്ലാവരും ഒന്നിച്ച് പല കാര്യങ്ങളിലും സാമൂഹിക സേവന രംഗത്ത് പ്രവർത്തിക്കുകയും മറ്റുള്ള കുടുംബാംഗങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്ത ഒരു സമൂഹത്തിലാണ് ഞാൻ വളർന്നു വന്നത്. എൻ്റെ ചെറുപ്പത്തിലുള്ള സ്കൂളിലെ അധ്യാപകർ, എൻ്റെ 1ാം ക്ലാസ്സിലെ അധ്യാപികയെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. സാറാമ്മ സാറ് ഇപ്പോഴവരൊന്നും ജീവിച്ചിരുന്നില്ല. എന്നെ പല നേതൃത്വ നിലയിലേക്കും കൊണ്ടുവന്ന വ്യക്തികളിൽ എൻ്റെ മാമിമാർ 2 അധ്യാപകരുണ്ടായിരുന്നു ആ സ്കൂളിൽ. ആനിമാമയും തങ്കമാമയും. ഇവർ രണ്ടുപേരും എന്നെ ഓരോ കാര്യങ്ങളിലും ഉത്തരവാദിത്വത്തോടെ ഏൽപ്പിക്കുവാൻ. പിന്നീട് പല അധ്യാപകരും ആ സ്കൂളിൽ എന്നെ പഠിപ്പിച്ച അധ്യാപകരെ ഞാനിപ്പോൾ ഓർക്കുന്നു. സരസ്വതി ടീച്ചർ മലയാളം, എപ്പോഴും പല കാര്യങ്ങളിലും മലയാളത്തിൽ എനിക്ക് പല കാര്യങ്ങളിലും കൂടുതൽ നോളജ് ഉണ്ടാക്കി തന്ന ഒരു ഉടമയാണ് സരസ്വതി അമ്മ ടീച്ചർ. അതുപോലെ എൻ്റെ മദർ മേരി ഉമ്മൻ ഒരു അച്ഛൻ്റെ മകളാണ്. അമ്മയുടെ പ്രസംഗമാണ് ഞാൻ ആദ്യമായിട്ട് പള്ളിയിൽ പ്രസംഗിച്ചത്. ഒരു സൺഡേ സ്കൂൾ മത്സരത്തിന് ഞാൻ പ്രസംഗിച്ചത് അതാണ്. അവിടെ നിന്നാണ് എൻ്റെ പ്രസംഗ മത്സരങ്ങളും പ്രസംഗ പാഠങ്ങളും ഒക്കെ എനിക്ക് കൂടുതൽ ഉത്തരവാദിത്വത്തോടുകൂടി ചെയ്യുവാൻ പഠിച്ചത്. അമ്മയുടെ തണലിൽ പിതാവ് ജോലി സംബന്ധമായിട്ട് വെളിയിലായിരുന്നു. ഞങ്ങൾ 5 മക്കൾ ഒന്നിച്ച്, എനിക്ക് 2 സഹോദരിമാരും 2 സഹോദരന്മാരുമുള്ള, അങ്ങനെ ഞങ്ങൾ 5 ആണ്. ഞാൻ ഏറ്റവും ഇളയ പുത്രനാണ്. ഞാൻ ഡിഗ്രി വിദ്യാഭ്യാസം മാത്തമാറ്റിക്സിൽ വിദ്യാഭ്യാസം കോട്ടയം CMS കോളേജിൽ നിന്നും വിദ്യാഭ്യാസം പൂർത്തിയാക്കി. അതുപോലെ എഡ്യൂക്കേഷനിൽ ബാച്ചിലർ ഓഫ് എഡ്യൂക്കേഷൻ ടീച്ചിങ് ബിരുദം പീറ്റ് മെമ്മോറിയൽ ട്രെയിനിങ് കോളേജിൽ നിന്നും കഴിഞ്ഞു. അത് കഴിഞ്ഞ് 5 വർഷം ഞാൻ തിരുവനന്തപുരം ഏബ്രഹാം മെമ്മോറിയൽ ഹൈസ്കൂളിൽ അധ്യാപകനായി ജോലി ചെയ്തു. അതിനുശേഷം 1990 അമേരിക്കയിലേക്ക് വന്നു. അമേരിക്കയിലെ ഷിക്കാഗോ ഡിപോൾ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കമ്പ്യൂട്ടർ സയൻസിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി കരസ്ഥമാക്കുകയും അത് കഴിഞ്ഞ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഷിക്കാഗോ ബ്രാഞ്ച്, സീറോക്സ്, അതിനുശേഷം Kmart ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് എനിക്ക് ജോലി സംബന്ധമായിട്ട് ഡിട്രോയിറ്റിലേക്ക് ഞാൻ താമസം മാറുകയും ചെയ്തു. ഇപ്പോഴും അത് കഴിഞ്ഞ് 2006 ഫോർഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള സോഫ്റ്റ്വെയർ രംഗത്ത് ഞാൻ എൻ്റെ സേവനം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോഴും ഞാൻ ജോലി ചെയ്യുന്നു. സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിൽ ഉത്തരവാദിത്വത്തോടു കൂടി അവരുടെ സോഫ്റ്റ്വെയറിൽ ഞാൻ എൻ്റെ പങ്കാളിത്തം വഹിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ ഭാര്യ ബെറ്റ്സി ബോമണ്ട് ഹോസ്പിറ്റലിലെ ഫാർമസി ടെക്കായിട്ട് ജോലി ചെയ്യുന്നു. മംഗലാപുരം കസ്തൂർബ മെഡിക്കൽ കോളേജിൽ നിന്നും ഫാമിൽ ഡിപ്ലോമ എടുത്ത് നാട്ടിൽ ഫാർമസിസ്റ്റായിട്ട് ജോലി ചെയ്യുകയായിരുന്നു. അതിനുശേഷം ഞങ്ങൾ ഇവിടെ വന്നതിന് ശേഷമാണ്
ഇവിടെ ഫാർമസിറ്റൊക്കെയായിട്ട് ജോലി തുടങ്ങിയത്. എനിക്ക് 2 ആൺകുട്ടികളാണ്. മൂത്ത മകൻ എയറോസ്പേസ് പ്ലാനറായിട്ട് വർക്ക് ചെയ്യുന്നു. അവൻ്റെ ഭാര്യ ആർലിൻ ഫാർമസിസ്റ്റായിട്ടും വർക്ക് ചെയ്യുന്നു. മൂത്ത മകൻ എബ്രഹാമിൻ്റെ ഭാര്യ ആർലിൻ ഉമ്മൻ. രണ്ടാമത്തെ മകൻ ജെറി ഉമ്മൻ, അവന് എമർജൻസി ഡോക്ടറായിട്ട് ജോലി നോക്കുന്നു. അവൻ്റെയും ഞങ്ങൾ ഒന്നിച്ച് ഡിട്രോയിറ്റിൽ താമസമാണ്. താങ്ക് യു സോ മച്ച് സർ. സാർ ഏത് വർഷമാണ് SSLC പാസ്സായതെന്ന് പറഞ്ഞ്? 1973. ആ സമയത്ത് ക്ലാസ്സുകൾ ഫസ്റ്റ് ക്ലാസ് അങ്ങനെയൊക്കെയുള്ള രീതികളായിരുന്നല്ലോ. ഞാൻ പിന്നെ സാധാരണ ഒരു ആവറേജ് വിദ്യാർത്ഥിയായിരുന്നു. അപ്പോൾ പ്രീ ഡിഗ്രിക്കൊക്കെ ഏത് ഗ്രൂപ്പ് എടുത്തിട്ടാണ്? പ്രീ ഡിഗ്രി ഫസ്റ്റ് ഗ്രൂപ്പ് ആയിരുന്നു. അത് പിന്നെ സെക്കൻഡ് ക്ലാസ്സിലാണ് ഞാൻ. ആ സമയത്തൊക്കെ സാറിന്റെ വീട്ടിലെ ഒരു സാധാരണ കുടുംബം ആയിരുന്നല്ലോ. എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു മക്കളെ കോളേജിൽ അയക്കുന്നതിനോ അല്ലെങ്കിൽ ഇന്നത് പഠിക്കണമെന്നോ അങ്ങനെ വല്ല നിർബന്ധം ഉണ്ടായിരുന്നു? ദൈവം അനുവദിച്ചിട്ട് ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഇന്നത് പഠിക്കണമെന്നോ ഇന്ന രീതിയിൽ പോകണമെന്നോ എന്നുള്ള ഒരു പ്രീ ജഡ്ജ്മെന്റ് ഒന്നുമില്ല. പഠിച്ച് വിദ്യാഭ്യാസം നേടണം എന്നുള്ളതാണ് എൻ്റെ മാതാപിതാക്കളുടെയും ആഗ്രഹം. ഞാനാണെങ്കിൽ ഏറ്റവും ഇളയ മകനാണ്. അതിൻ്റേതായിട്ടുള്ള ബാലിശമായ കാര്യങ്ങളിലൊക്കെ നമ്മൾ ഇടപെട്ടിട്ടുണ്ട്. അപ്പോൾ പഠനത്തിൽ ഉഴപ്പിയിട്ടുണ്ട്. പക്ഷേ എൻ്റെ സഹോദരങ്ങൾ എന്നെ ശരിയായ രീതിയിൽ മുമ്പോട്ട് പോകുവാൻ ഒരു പ്രേരണയായിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും ഡിഗ്രികളൊക്കെ അച്ചീവ് ചെയ്യുവാൻ എനിക്ക് സാധിച്ചത്. സാറിന് എന്തെങ്കിലും രസകരമായ സംഭവങ്ങൾ സ്കൂളിലോ കോളേജുകളിലോ ഓർമ്മയുണ്ടോ? സാറ് സ്പോർട്സിലോ NCCയിലോ കോളേജ് മാഗസിനിലോ എന്തെങ്കിലും എഴുതിയതായിട്ട് ഓർമ്മയുണ്ടോ? ഞാൻ മാഗസിൻ്റെ കാര്യങ്ങൾ, കയ്യെഴുത്ത് മാസികയുടെ കാര്യങ്ങൾ പറയുവാണെങ്കിൽ കൊടുവളഞ്ഞിലുള്ള യുവന പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കയ്യെഴുത്ത് മാസികകളിലൊക്കെ ഉൾപ്പെടുന്ന അത് പുറത്തിറക്കുവാനും സംഘടനാ രംഗങ്ങളിൽ കൂടുതൽ ഞാൻ ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ട്. കോളേജ് തലത്തിൽ ട്രെയിനിങ് കോളേജിൻ്റെ യൂണിയൻ ജനറൽ സെക്രട്ടറി ആയിരുന്നു. സംഘടനാ തലത്തിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചിരിക്കുന്നത്. അങ്ങനെ എഴുതും, പക്ഷെങ്കിൽ എഴുത്ത് എൻ്റെ ഒരു പബ്ലിഷിങ്ങിന് വേണ്ടിയുള്ള എഴുത്തുകളൊന്നും ഞാൻ നടത്തിയിട്ടില്ല. മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കാൻ ഏറ്റവും കൂടുതൽ വായന എൻ്റെ ഒരു സ്ഥിരമായ ശീലമാണ്. ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ വായിക്കുകയും, ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ആ ലൈബ്രറിയിലെ മുഴുവൻ പുസ്തകങ്ങളും വായിച്ച ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഞാൻ ഓർക്കുന്നത്. അത് അന്ന് എന്നെ മലയാളത്തിൻ്റെ അധ്യാപകനായിരുന്ന ജോറി സാറായിരുന്നു. ജോറി സാറിൻ്റെ ഞാൻ ഈ 90-ൽ അമേരിക്കയിലേക്ക് വരുന്നത് വരെ പഠിത്തം കഴിഞ്ഞിട്ടും ജോറി സാറുമായിട്ടുള്ള ഒരു ബന്ധം എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. സാറ് പല കാര്യങ്ങളിലും ഞങ്ങൾ ഒന്നിച്ച് ചിന്തിക്കുകയും സാഹിത്യ രംഗങ്ങളിൽ പല കാര്യങ്ങളും സംസാരിക്കുവാനൊക്കെ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. താങ്ക് യു സാർ. ഒരു കാര്യം കൂടെ ചോദിച്ചാൽ, ഈ സമയങ്ങളിൽ സാറിൻ്റെ ചെറുപ്പകാലങ്ങളിൽ സഭയുമായിട്ട്, പള്ളിയുമായിട്ട് അല്ലെങ്കിൽ ഡയോസിസുമായിട്ടൊക്കെ ഉള്ള എന്തെങ്കിലും ബന്ധം പറയാനുണ്ടോ? അത് ഞാൻ മധ്യകേരള മഹായിടവകയുടെ യുവന പ്രസ്ഥാനത്തിൻ്റെ ഓർഗനൈസിംഗ് സെക്രട്ടറി ആയിരുന്നു. കൊടുവളഞ്ഞി യുവന പ്രസ്ഥാനത്തിൻ്റെ കമ്മിറ്റി മെമ്പർ, യുവന പ്രസ്ഥാനം കൊടുവളഞ്ഞി CSI സഭയുടെ യുവന പ്രസ്ഥാനത്തിൻ്റെ കമ്മിറ്റി മെമ്പർ, സെക്രട്ടറി, കൗൺസിൽ മെമ്പർ, മധ്യകേരള മഹായിടവ യുവന പ്രസ്ഥാനത്തിൻ്റെ ജനറൽ കമ്മിറ്റി മെമ്പർ, മധ്യകേരള യുവന പ്രസ്ഥാനത്തിൻ്റെ വർക്കിംഗ് കമ്മിറ്റി മെമ്പർ, അതിനുശേഷം യുവലോകം മാനേജരായിട്ടും മധ്യകേരള യുവന പ്രസ്ഥാനത്തിൻ്റെ ആസ്ഥാനത്തിൻ്റെ റെസിഡൻറ്റ് മാനേജരായിട്ടും അതുപോലെ മധ്യകേരള യുവന പ്രസ്ഥാനത്തിൻ്റെ ഓർഗനൈസിംഗ് സെക്രട്ടറിയായിട്ടും 80-82 കാലങ്ങളിൽ എനിക്ക് സേവനം ചെയ്യുവാൻ സാധിച്ചിട്ടുണ്ട്. വളരെ സന്തോഷം. സാറ് ഇനി ഒരു ചെറുപ്പകാലത്തെ പറ്റി പറഞ്ഞാൽ, സാറ് ആദ്യമായിട്ട് കോട്ടയം പട്ടണവും തിരുവനന്തപുരവും എറണാകുളമൊക്കെ കണ്ട സമയം ഓർക്കുന്നുണ്ടോ? ഏത് സാഹചര്യത്തിലാണ് അങ്ങോട്ടൊക്കെ പോകേണ്ടി വന്നത്? കേരളത്തിന് പുറത്തേട്ട് ആദ്യമായിട്ട് പോയത് എവിടെയാണ്? കേരളത്തിന് പുറത്തായി പോയിട്ടുള്ളതെന്ന് പറയുമ്പോൾ, ഞാൻ എൻ്റെ ബ്രദറിൻ്റെ ജോലി സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട്
ചില സമയങ്ങളിൽ പിന്നെ ആ സ്ഥലത്തേക്ക് ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. അല്ലാതെ കേരളത്തിൻ്റെ പുറത്തേക്ക് അങ്ങനെ ഞങ്ങൾ യാത്ര ചെയ്തിട്ടില്ല. എൻ്റെ മൂത്ത സിസ്റ്റർ കോയമ്പത്തൂരായിരുന്നു. സിസ്റ്ററുമായിട്ട് ഉള്ള ഇതിൽ അങ്ങോട്ട് പോയിട്ടുണ്ട്. അല്ല, കഴിവതും കൂടുതലും എൻ്റെ ജീവിതം മുഴുവൻ 90 വരെയും പിന്നെ കേരളത്തിൽ തന്നെയായിരുന്നു ഞാൻ താമസിച്ചിരുന്നത്. കോട്ടയം CMS കോളേജിലേക്ക് പോകുന്നതാണ് ആദ്യമായിട്ട് ഞാൻ മാറി എൻ്റെ ഭവനത്തിൽ നിന്ന് അമ്മയുടെയും അപ്പച്ചൻ്റെ ഇടയ്ക്കിൽ നിന്നും ആദ്യമായി മാറി താമസിക്കുന്നത് കോട്ടയം CMS കോളേജിൽ പഠിക്കുമ്പോഴാണ്. അത് കഴിഞ്ഞ് ജോലി കിട്ടിക്കഴിഞ്ഞപ്പോൾ തിരുവനന്തപുരത്ത് സ്വയം താമസിച്ച് പിന്നെ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോയി. സാറ് വീട്ടിലെ ഏറ്റവും ഇളയതാണെന്ന് പറഞ്ഞു. സാറിൻ്റെ പേരൻസും എൽഡേഴ്സും ഒക്കെ വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു സാറുമായിട്ട്? തീർച്ചയായിട്ടും. കാരണം എൻ്റെ ചെറുപ്പം ഞാൻ നോക്കുവാണെങ്കിൽ പിന്നെ ഞാൻ ഏറ്റവും ഇളയത്, നല്ല ഏജ് ഡിഫറൻസ് ഉണ്ട് ഞാനും എൻ്റെ സഹോദരങ്ങളുമായിട്ട്. അപ്പോൾ അവരാണ് എൻ്റെ മാർഗനിർദ്ദേശങ്ങൾ. അപ്പോൾ അവരെ നോക്കിയാണ് എല്ലാ കാര്യങ്ങളും. ഇപ്പം കൺവെൻഷന് പോവുകയാണെങ്കിലും അതുപോലെ ഓരോ പ്രോഗ്രാമിന് പോകണമെങ്കിലും അവരുടെ കൂടെയാണ് ഞാൻ യാത്ര ചെയ്യുന്നതും. അവരാണ് എൻ്റെ ഒരു പിന്നെ പ്രചോദനമായിട്ട് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോയത്. വളരെ സന്തോഷം സാറേ. ഇനി ജസ്റ്റ് ഒരു കാര്യം കൂടെ ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സാറ് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് അല്ലെങ്കിൽ കോളേജിൽ പഠിക്കാനത്ത് അമേരിക്കയിലോട്ട് വരാൻ സാധിക്കുമെന്നൊരു സാധ്യത ഉണ്ടായിരുന്നു? എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ കാര്യം പറയുവാണെങ്കിൽ, എൻ്റെ മദർ മരിച്ച് എൻ്റെ 1987 ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞു. 88 എൻ്റെ മദർ ഞങ്ങളെ വിട്ട് പോകുന്നത്. അതിന് ശേഷമാണ് എനിക്ക് ടിക് ഫോമൊക്കെ വരുന്നത്. പക്ഷെങ്കിൽ എനിക്ക് അമേരിക്ക എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ എനിക്കതൊരു സ്വപ്ന ലോകമായിട്ട് എനിക്ക് അന്നും തോന്നിയിട്ടില്ല. ഇന്നും ഈ 34 വർഷം ഇവിടെ ജീവിച്ചെങ്കിലും എനിക്ക് അമേരിക്കയോട് എനിക്കങ്ങനെ വലിയ മോഹങ്ങളോ അല്ലെങ്കിൽ ഇവിടെ ഒരു കാര്യം ഞാൻ തീർത്ത് പറയുന്നു, ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ആ ഓപ്പർച്യൂണിറ്റി ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾക്കൊക്കെ ഇതുപോലെ ഫ്ലറിഷ് ചെയ്യാൻ പറ്റിയത്. അതുകൊണ്ട് അമേരിക്കയിൽ എനിക്ക് നാടാണ് ഏറ്റവും, നാട്ടിലെ ആൾക്കാരും നാട്ടിലെ സൗഹൃദ ബന്ധവുമാണ് ഞാനിപ്പോഴും സൂക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ അമേരിക്കയിലുള്ള പള്ളികളുമായിട്ട് എനിക്ക് ബന്ധപ്പെടുവാൻ സാധിച്ചിട്ടുണ്ട്. അമേരിക്കൻ CSI സഭയുടെ ആദ്യത്തെ കൗൺസിൽ സെക്രട്ടറിയാണ് ഞാൻ. 1994 ഈ കൗൺസിൽ CSI കൗൺസിൽ രൂപീകരിച്ചപ്പോൾ അതിൻ്റെ ആദ്യത്തെ സെക്രട്ടറി കഴിഞ്ഞ മോഡറേറ്ററായിരുന്ന തോമസ് കെ ഉമ്മൻ തിരുമേനി ആയിരുന്നു അന്ന് വൈസ് പ്രസിഡൻ്റായിട്ട് ഇത്. ഇപ്പോഴെൻ്റെ സഹോദരനാണ് കൗൺസിലിൻ്റെ സെക്രട്ടറി ആയിട്ട് ഡോക്ടർ സക്രിയ ഓമൻ ആണ് സേവനം ചെയ്യുന്നത്. താങ്ക് യു സോ മച്ച് സാർ. സാറ് ഒരു ചോദ്യം കൂടെ ചോദിച്ചു കഴിഞ്ഞാൽ, അമേരിക്ക വന്നതിന് ശേഷം സാറ് അനുഭവിച്ച ഏറ്റവും വലിയ വെല്ലുവിളി എന്തായിരുന്നു? വെല്ലുവിളികൾ എന്ന് പറഞ്ഞാൽ, ഞാൻ വരുമ്പോൾ ഞാൻ ചെയ്ത ജോലി എന്ന് പറയുന്നത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. കാരണം BEd ഡിഗ്രിയും ഒക്കെ ആയിട്ട് ഇവിടെ വന്നു കഴിഞ്ഞ് ആദ്യം ചെയ്ത ജോലി എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ രണ്ടും കൂടെ, ഞാനും എൻ്റെ ഭാര്യ ബെറ്റ്സിയും കൂടെ ഞങ്ങളൊരു പ്ലാസ്റ്റിക് കമ്പനിയിലാണ് ജോലി ചെയ്തത്. അതും രാത്രി ഏറ്റവും രസകരം, രാത്രി 11 മണിക്കാണ് 10 മണിക്കാണ് ഷിഫ്റ്റ് തുടങ്ങുന്നത്. ആ ഷിഫ്റ്റാണ് ഞങ്ങൾക്ക് കിട്ടിയത്. കാരണം ജീവിതം തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ എന്തെങ്കിലും ജോലി ചെയ്യണം. കാരണം മറ്റുള്ളവരെ ബുദ്ധിമുട്ട് ജീവിക്കുന്നതിനേക്കാൾ നല്ല സ്വന്തം അധ്വാനിച്ച് ചെയ്യുക എന്നുള്ള, ഞങ്ങൾ രണ്ടും കൂടെ പോയി. ഞങ്ങൾ രാവിലെ ചിലപ്പോൾ ഞങ്ങൾക്ക് റൈഡ് കിട്ടത്തില്ല, ഞങ്ങൾ നടന്ന് വീട്ടിൽ വന്നിട്ടുണ്ട്. അത് ആരെയും ബുദ്ധിമുട്ടിക്കാനോ ആരെയും വിഷമിപ്പിക്കാനോ അല്ല. പക്ഷെങ്കിൽ മറ്റുള്ളവരുടെ ബുദ്ധിമുട്ട് നമുക്കറിയാം. അവർക്ക് ജോലിക്ക് പോകണം, നമ്മളെ പിക്ക് ചെയ്യാനുള്ള സമയമില്ല. അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഞാൻ എൻ്റെ ജോലി തുടങ്ങിയത്. അത് കഴിഞ്ഞ് എനിക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി വീണ്ടും പഠിക്കുവാൻ. അങ്ങനെയാണ് മാസ്റ്റേഴ്സ് ഡിഗ്രിയിൽ, കമ്പ്യൂട്ടർ സയൻസിലെ മാസ്റ്റേഴ്സ് ഡിഗ്രി എനിക്ക് എടുക്കാനും. അതെൻ്റെ ഒരു ജീവിതത്തിലെ ഒരു വഴിത്തിരിവായിട്ട് മാറി. അതുകൊണ്ട് ഇന്ന് വരെ പുറകോട്ട് എനിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ജോലി സംബന്ധമായിട്ട് ഇന്നും ജോലി ചെയ്യുവാൻ ഏതാണ്ട് റിട്ടയർമെൻറ്റ് സ്റ്റേജിലോട്ട് നിന്നാൽ പോലും ആ ജോലി കണ്ടിന്യൂ ചെയ്യാനാണ് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനം ഇപ്പോഴും എന്നോട് ആവശ്യപ്പെടുന്നു. അപ്പോൾ അതൊരു ജീവിതത്തിലെ ഏറ്റവും വലിയൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി.
സാറിൻ്റെ ഈ ഇത്രയും നാളത്തെ അനുഭവങ്ങൾ ജീവിത പാഠങ്ങളെല്ലാം വെച്ച് യങ്സ്റ്റേഴ്സിനോട് സാറിന് കൊടുക്കാനുള്ള ഒരു കാര്യം പറഞ്ഞാൽ എന്തായിരിക്കും സാർ യങ്സ്റ്റേഴ്സിനോട് പറയാനുള്ളത്? വിശ്വാസത്തിലാണെങ്കിലും അല്ലാതെ ആണെങ്കിലും ജനറലി പറഞ്ഞാൽ. വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ട് മാത്രമേ നമുക്കൊരു ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാനൊക്കത്തുള്ളൂ. അതുപോലെ തന്നെ മറ്റുള്ള നമ്മുടെ പേരൻസിനെയും അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങളിൽ നമ്മൾ ഉത്തരവാദിത്വത്തോടുകൂടി നിന്നുകൊണ്ട് നമ്മുടെ വിദ്യാഭ്യാസത്തിന് നമ്മൾ ഊന്നൽ നടക്കുകയാണെങ്കിൽ, നമ്മളൊരു സ്കിൽഡ് പേഴ്സണായിട്ട് രൂപാന്തരപ്പെടുകയാണെങ്കിൽ നമ്മളെ മാറ്റി നിർത്തുവാൻ ഒരു ശക്തിക്കോ ഒരു വ്യക്തിക്കോ നമുക്ക് സാധ്യമാകുകയില്ല. അപ്പോൾ സ്ഥിരോത്സാഹവും വിദ്യാഭ്യാസം നേടുകയും ഒരു സ്കിൽഡ് പേഴ്സണായിട്ട് മാറുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും നിങ്ങൾ പ്രയോജനപ്പെടുത്തണം. കാരണം അമേരിക്കയിലെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ ഏത് കൂട്ടുകെട്ടിലും എങ്ങനെ വേണമെങ്കിൽ പോകാൻ നമ്മളെ കൊണ്ട് സാധിക്കും. പക്ഷേ നമ്മളിലുള്ള വിശ്വാസവും നമ്മളാണ് നമ്മളെ കൺട്രോൾ ചെയ്യേണ്ടതെന്നുള്ള ഒരു ഉത്തരവാദിത്വം നമ്മുടെ പേരൻസ് അല്ല, നമ്മുടെ സഹോദരങ്ങളല്ല, നമ്മുടെ കൂടെയുള്ളവരല്ല, നമ്മളാണ് നമ്മളെ കൺട്രോൾ ചെയ്യേണ്ടത്. ഏത് വേണം, ഏത് ത്യജിക്കണം, ഏത് അംഗീകരിക്കണം എന്നുള്ള ഉത്തമ ബോധ്യത്തോടു കൂടി ലക്ഷ്യബോധത്തോടു കൂടി ജീവിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതം അമേരിക്കയിൽ സഫലമായിരിക്കും. ഓപ്പർച്യൂണിറ്റി ഒത്തിരി ഉള്ള ഒരു സ്ഥലമാണ്. താങ്ക് യു. സാറിന് വേറൊരു ഓപ്ഷൻ, ഒരു കരിയർ ഓപ്പർച്യൂണിറ്റി തോന്നുകയാണെങ്കിൽ ഏത് ആയിരുന്നിരിക്കാം സാർ ഒരു സാഹചര്യത്തിൽ കൂടെ വന്ന് ബിൽഡപ്പ് ചെയ്ത ഒരു കരിയറാണ്, അല്ല എന്നുണ്ടെങ്കിൽ സാർ ഏത് കരിയർ ചൂസ് ചെയ്യുമായിരുന്നു? എനിക്ക് സോഷ്യൽ വർക്കാണ് ഏറ്റവും കൂടുതൽ താല്പര്യം. കാരണം ഞാൻ നേരത്തെ എൻ്റെ ഇതിൽ പറഞ്ഞതുപോലെ ചെറുപ്പം മുതൽ എൻ്റെ അധ്യാപകരും എൻ്റെ സ്കൂളിലെ അധ്യാപകരും മാക്സിമം എന്നെ പ്രോത്സാഹിപ്പിച്ച് സാമൂഹിക രംഗത്ത് ഞങ്ങൾ ഓർക്കുന്നുണ്ട്. 1964 തോന്നുന്നു ഈ യുദ്ധം ഉണ്ടായത്. യുദ്ധം ഉണ്ടായപ്പോൾ ഞങ്ങൾ സ്കൂൾ കുട്ടികളെല്ലാം കൂടെ ചേർന്ന്, അന്ന് വളരെ ചെറുപ്പമാണ്, സ്കൂൾ കുട്ടികളിൽ പോകുന്ന കൂട്ടത്തിൽ ഞാൻ സ്കൗട്ടിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ കൂട്ടത്തിൽ അവരോടൊപ്പം പോയി വീടുകളിൽ നിന്നും തുണികളൊക്കെ കളക്ട് ചെയ്ത് കെട്ടാക്കിയിട്ട് അത് നനച്ച് കെട്ടാക്കി സ്കൂളിൽ കൊണ്ട് കൊടുത്ത സംഭവങ്ങൾ ഞാൻ ഓർക്കുന്നുണ്ട്. ഓക്കെ. ഒരു കാര്യം കൂടെ ചോദിച്ചു, തിരക്കേറിയ സമയത്ത് സാറ് എനിക്ക് വേണ്ടി 5 മിനിറ്റ് തന്നത് ഒത്തിരി സന്തോഷം. ഒരു കാര്യം കൂടെ ചോദിച്ചു കഴിഞ്ഞാൽ, സാറിന് ഇനി പഠിക്കാനൊരു അവസരം തന്നാൽ സാർ എന്ത് സബ്ജക്റ്റ് പഠിക്കും? അതൊരു വല്ലാത്ത ചോദ്യമാണ്. അർത്ഥമില്ലാത്ത ചോദ്യമല്ല, അർത്ഥമുള്ള ചോദ്യമാണ്. ഞാൻ പറയുവാണെങ്കിൽ ജീവിതം മുഴുവൻ നമ്മുടെ പഠനമാണ്. പക്ഷെങ്കിൽ അത് നമ്മളൊരു റിട്ടയർമെന്റ് സ്റ്റേജ് വന്നു കഴിയുമ്പോൾ പിന്നെ നമ്മുടെ പഠനം എന്ന് പറയുന്നത് നമുക്ക് നോളജ് അക്വയർ ചെയ്യാൻ വേണ്ടിയുള്ള പഠനമായിരിക്കും. അപ്പോഴും ഞാനൊരു ഒരുപക്ഷെ ഒരു ലോ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ പഠനം ഒരുപക്ഷെ ചൂസ് ചെയ്യുമായിരുന്നു. കാരണം പല രംഗങ്ങളിലും ആൾക്കാർ എപ്പോഴും നമ്മളോട് ചോദിക്കുന്ന ചോദ്യം ഇത് നമുക്ക് സാധ്യമാണോ, അത് സാധ്യമാണോ. അപ്പോൾ ആ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ പലപ്പോഴും ഞാൻ എനിക്കുള്ള എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള വക്കീലന്മാരോടും എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള അതിൻ്റെ എക്സ്പേർട്ടിനോടും ചോദിച്ചിട്ട് തീരുമാനമെടുത്ത് നമ്മൾ പറഞ്ഞു കൊടുക്കും. കാരണം ചില വ്യക്തികൾ, ചില ഗ്രൂപ്പുകൾ എന്നെ ട്രസ്റ്റ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അവരുടെ ട്രസ്റ്റിനെ നമ്മൾ നേർവഴിക്ക് നയിക്കുക എന്നുള്ളതാണ് നമുക്ക് ചുമ്മാ ആവശ്യമില്ലാതെ അവരിലേക്ക് ഉത്തരവാദിത്തങ്ങൾ അടിച്ചേൽപ്പിക്കുകയല്ല, കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് നമ്മുടെ ഉത്തരവാദിത്വം. താങ്ക് യു സർ. സാർ ഒരു കമ്പ്യൂട്ടർ സയന്റിസ്റ്റ് അല്ലെ, കമ്പ്യൂട്ടർ ബേസ്ഡ് ആളാണ് ആയതുകൊണ്ട് മാത്രം ചോദിക്കുകയാണ്, ഇന്നത്തെ എയുടെ സ്ഥാനം എവിടെയാണ്? മനുഷ്യൻ എയുടെ സ്ഥാനത്തിലോട്ട് എനിക്ക് താല്പര്യമില്ല എന്നാണ് ഞാൻ പറയുന്നത്. കാരണം മനുഷ്യൻ ഞങ്ങൾ ഇപ്പം സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിൽ ഞങ്ങൾ എൻ്റെ ജൂനിയർ ഡെവലപ്പേഴ്സിനോട് വളരെ സ്ട്രിക്റ്റായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, യാതൊരു കാരണവശാലും നിങ്ങൾ AI ഉപയോഗിച്ച് ഒരു കോഡിങ് ഉണ്ടാക്കിയാൽ അടുത്ത ദിവസം നിങ്ങൾ ഈ സ്ഥാനത്ത് വർക്ക് ചെയ്യത്തില്ല. വളരെ കൃത്യമായിട്ട് ഞങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. കാരണം ഇപ്പോഴുള്ള ഒരു ട്രെൻഡ് ഇതാണ്, യുവ തലമുറ AI ഉപയോഗിച്ച് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ അങ്ങോട്ട് പറയുന്നു, തിരിച്ച് കോഡിംഗ് രൂപത്തിൽ സാധനങ്ങൾ ഇങ്ങോട്ട് കിട്ടുന്നു.
അത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ അധംപതനത്തിലേക്ക് കൊണ്ടുപോകും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. നിങ്ങൾ സ്വയം ബുദ്ധിപരമായിട്ട് കോഡിങ് ഡെവലപ്പ് ചെയ്യുകയും പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കുകയും ചെയ്യണം. അല്ലാതെ എയുടെ പുറകെ പോകരുത് എന്നുള്ളതാണ് എൻ്റെ വിനീതമായ അഭ്യർത്ഥന. താങ്ക് യു സോ മച്ച് സാറേ. വളരെ വ്യത്യസ്തമായ ചോദ്യങ്ങളായിരിക്കാം സാറിനെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. എന്നോട് സഹകരിച്ചതിന്, ഹ്യൂസ്റ്റൺ വോയിസിനോട് സഹകരിച്ചതിൽ ഒത്തിരി ഒത്തിരി സന്തോഷം. ഒരു മിനിറ്റൂടെ സാറും സാറിൻ്റെ ബ്രദറും കൂടി ഇരുന്നിട്ട് എനിക്ക് ഒരു 2 ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ. അതിനോട് ഇരുന്നാൽ സാറിനെ ഞാൻ ഫ്രീ ആക്കിയേക്കാം. തീർച്ചയായിട്ടും. താങ്ക് യു സാർ. ഹ്യൂസ്റ്റൺ വോയിസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് ഒരു 2 സഹോദരന്മാരാണ്. രണ്ടുപേരുടെയും ലാസ്റ്റ് നെയിം ഉമ്മൻ എന്നാണ്. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. Thank you, Seni, for allowing us to say a few words about us. ഇതെൻ്റെ ബ്രദറാണ് മാത്യു ഉമ്മൻ. എൻ്റെ പേര് സക്രിയ ഉമ്മൻ എന്നാണ്. എൻ്റെ ഇളയ ബ്രദറാണ്. ഞങ്ങൾ തമ്മിൽ ഏകദേശം 7 വയസ്സിന് വ്യത്യാസമുണ്ട്. മാത്യു ഉമ്മൻ സണ്ണി താമസിക്കുന്നത് ഡിട്രോയിറ്റിലാണ്. ഞാൻ ആദ്യം അമേരിക്കയിൽ വന്നപ്പം സണ്ണിയുടെ കൂടെ താമസിക്കുകയായിരുന്നു. ഞങ്ങൾ ഏകദേശം 3 മാസത്തോളം ഞാനും എൻ്റെ വൈഫും പിള്ളേരും ഏകദേശം 5 പേർ ഒന്നിച്ച് വന്ന് സണ്ണിയുടെ കൂടാണ് ഏകദേശം 3 മാസത്തോളം ഞങ്ങൾ താമസിച്ചു. 4 മാസത്തോളം താമസിച്ചു. അതിനുശേഷമാണ് ഞാൻ അവിടുന്ന് ഡിട്രോയിറ്റിൽ നിന്ന് ആൽബനി ജോർജിയയിലേക്ക് വരുന്നതും യൂണിവേഴ്സിറ്റി ജോലി ചെയ്യുന്നതും. അതിനുശേഷമാണ് അറ്റ്ലാന്റയിൽ നിന്ന് ഇപ്പോൾ ഇവിടെ ഹൂസ്റ്റണിലെത്തിയത്. ഇപ്പം സണ്ണി കഴിഞ്ഞ ദിവസം, ഞാനിപ്പോൾ ഹൂസ്റ്റണിലാണ് താമസിക്കുന്നത്. സണ്ണി ഹൂസ്റ്റണിൽ എന്നെ കാണാൻ വന്നതാണ്. ഞങ്ങളുടെ പുതിയ പള്ളിയിൽ വന്നു, എല്ലാവരുമായിട്ടും പരിചയപ്പെട്ടു. ഇപ്പോൾ ഞങ്ങൾ പോകാൻ വന്നു. അപ്പോഴാണ് സെനിയുമായിട്ട് സംസാരിക്കാനുള്ളൊരു അവസരം ഞങ്ങൾക്ക് കിട്ടിയത്. സെനിയുടെ ഈ ഉദ്യമത്തെ ഞാൻ അങ്ങേയറ്റം അഭിനന്ദിക്കുന്നു. ഇതുപോലുള്ള കാര്യങ്ങൾ പറയുകയും മനസ്സിലാക്കുകയും അത് സമൂഹത്തിനും മറ്റുള്ളവർക്കും ഒരു പ്രചോദനമാകുകയും അറിവ് കൂടുതലുണ്ടാക്കുകയും എക്സ്പീരിയൻസ് മറ്റുള്ളവരിലേക്ക് പകരാനും ഒക്കെയുള്ള ഒരു മീഡിയമായിട്ട് സെനി കാര്യങ്ങൾ ചെയ്യുന്നതിന് വളരെ സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച് സാർ. സാറ് ഇതിലിപ്പം വന്നു ചേർന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. എനിക്ക് 2 ചോദ്യങ്ങൾ മാത്രമേ ഉള്ളൂ. സാറ് അമേരിക്കയിൽ വന്നിട്ടാണല്ലോ കൂടുതൽ ഈ സഹോദരനെ ഡിപ്പെൻഡ് ചെയ്തത്, സാറിൻ്റെ യങ്ങർ ബ്രദറിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വന്നത്. ആ സാഹചര്യത്തിൽ സാറിൻ്റെ ഒരു മെൻറ്റാലിറ്റി എന്തായിരുന്നു? ഒരു യങ്ങർ ബ്രദറിനെ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്ന ഒരു മെൻറ്റാലിറ്റി. അങ്ങനെ എനിക്കൊരു പ്രത്യേക ഒന്നുമില്ല. കാര്യം എന്ന് വെച്ചാൽ ഞാൻ കോട്ടയം CMS കോളേജിൽ പഠിക്കുമ്പോൾ സണ്ണി അവിടെ പഠിക്കാൻ വന്നപ്പോൾ ഞാൻ ഹോസ്റ്റൽ വാർഡനായിരുന്നു. ആ ഹോസ്റ്റൽ വാർഡിൽ തന്നെയാണ് സണ്ണി താമസിച്ചത്. അപ്പോൾ എൻ്റെ ഒരു ഡിസിപ്ലിനാണ് സണ്ണി വളർന്നു വന്നത്. പിന്നെ ഞങ്ങൾ ബ്രദേഴ്സ് തമ്മിൽ ഇത്രയും വ്യത്യാസം ഉണ്ടെങ്കിൽ തന്നെയും അങ്ങനൊരു ഒബ്ലിഗേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നുമില്ല. എല്ലാവരും നമ്മുടെ ഒരു ഉത്തരവാദിത്വം എന്ന നിലയിൽ ഞാൻ എൻ്റെ കാര്യങ്ങൾ ചെയ്തു. അപ്പോൾ ഞാൻ അവിടെയും ചെന്ന് ഇവരുടെ കൂടെ താമസിച്ചു. അത് വളരെ സന്തോഷത്തോടു കൂടി താമസിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതൊരു വലിയ പിന്നെ എത്രയും വേഗം അവിടുന്ന് പോകണമെന്ന് എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ എന്നാലും അന്നത്തെ സാഹചര്യത്തിൽ നാട്ടിൽ നിന്ന് വരുന്നതായതുകൊണ്ടൊക്കെ സാഹചര്യം ഇല്ലാത്തതുകൊണ്ടും പക്ഷേ വളരെ സന്തോഷമായ ദിവസങ്ങൾ കഴിഞ്ഞു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ബെറ്റ്സിയും കൂടെ ഉണ്ടായിരുന്നു. ബെറ്റ്സിയും ഈ കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് ചെയ്തു. ഞങ്ങൾ 5 പേരെയും അവിടെ താമസിപ്പിക്കാനും കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ അവർ നല്ല ഒരു ബന്ധമായിരുന്നു ഞങ്ങൾക്കുണ്ടായിരുന്നത്. അപ്പോൾ അതൊരു പിന്നെ പേരൻസിൻ്റെ ഞങ്ങൾക്ക് എല്ലാവരും ഉണ്ടല്ലോ, പേരൻസിൻ്റെ ആ വളർത്ത് ഇത് കൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ ആ ഒരു റിലേഷൻസ് ഇതുപോലെ മുമ്പോട്ട് പോകാൻ പറ്റിയത്. താങ്ക് യു സാർ. സാറിൻ്റെ അഭിപ്രായം എങ്ങനെ? ഒരു എൽഡർ ബ്രദറിനെ കൈകാര്യം ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടുണ്ടോ? എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുകൾ എനിക്ക് ഉണ്ടായിട്ടതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ചെറുപ്പത്തിൽ മുതൽ ഇവരെ കണ്ടാണ് ഞാൻ വളർന്നത്. അപ്പോൾ അവരുടെ മാർഗനിർദ്ദേശങ്ങൾ സ്വീകരിക്കുകയും തെറ്റ് ചെയ്താൽ അത് തെറ്റാണെന്ന് പറയുകയും അത് തിരുത്തുകയും ചെയ്യാവുന്ന ഒരു ഉത്തരവാദിത്വമാണ് എനിക്കുള്ളത്. അപ്പം എപ്പോഴും ഞാൻ എൻ്റെ മൂത്ത സഹോദരങ്ങളുടെ അവർ പറയുന്നത് ഞാൻ ലിസൺ ചെയ്യും. അതിന് എതിർവാക്ക് അങ്ങനെ സാധാരണ ഞാൻ പറയാറില്ല. കാരണം എൻ്റെ മദറാണ് ഏറ്റവും കൂടുതൽ ഞങ്ങളോട് ഒപ്പം ഉണ്ടായിരുന്നത്. മദർ ഞങ്ങളെ പഠിപ്പിച്ചതും അങ്ങനെയാണ്. കേൾക്കുക, അതുമായിട്ട് മുമ്പോട്ട് പോവുക, ഉപദേശങ്ങൾ സ്വീകരിച്ച് മുമ്പോട്ട്. സാറിന് ഇത് ഒരു ടിൻ ബ്രദറോടില്ലേ, ആ ടിൻ ബ്രദേഴ്സിനെ ഹാൻഡിൽ ചെയ്യുന്നതിൽ എന്തെങ്കിലും ഒരു സിംഗിൾ ഫെലോയ്ക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? എനിക്ക് അങ്ങനെ ബുദ്ധിമുട്ടില്ല. ഞാൻ രണ്ടുപേരെയും 2 രീതിയിൽ ഞാൻ ഐഡന്റിഫൈ ചെയ്യുമായിരുന്നു. കാരണം ചെറുപ്പത്തിൽ അത് എനിക്ക് മാത്രമേ അതൊരു എൻ്റെ ഒരു ട്രേഡ് സീക്കറായിട്ട് ഞാൻ ഇവരുടെ വലിപ്പം നോക്കിയിട്ട് ഒരാളിനെ അത്ര സിമിലർ ഇവരുടെ ചെറിയ വലിപ്പത്തിന്റെ വ്യത്യാസമുണ്ട്, ചെറിയ വ്യത്യാസം. ആ വലിപ്പം വെച്ചുകൊണ്ട് ഞാൻ മറ്റേ ബ്രദറാണ് മൂത്തതെങ്കിലും ആ ബ്രദറിനെ ഒരാളുടെ പേര് ബാബു എന്നും ഒരാളുടെ പേര് രാജു എന്നാണ്. അപ്പം മറ്റേ ബ്രദറിനെ ഞാൻ കൊച്ചു ബാബുച്ചാൻ എന്നും
രാജാനെ ഞാൻ വലിയ ബാബുച്ചാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഓക്കെ. ഐഡൻറ്റിഫൈ ചെയ്ത് അന്ന് മുതലേ ചെറുപ്പം മുതൽ എനിക്ക് ഓർമ്മ മുതൽ മുതൽ ഞാൻ അവരെ ഐഡൻറ്റിഫൈ ചെയ്ത് അങ്ങനെ പിന്നെ വേർതിരിച്ചറിയാനുള്ള ഒരു മാർഗം ഞാൻ തന്നെ കണ്ടെത്തിയിരുന്നു. എങ്കിലും മാറിപ്പോയിട്ടുണ്ടോ എപ്പോഴും ബാക്കിൽ നിന്ന്? ഒരിക്കലും എനിക്ക് മാറിപ്പോയിട്ടില്ല, ഇല്ല. ഒരിക്കലും മാറിപ്പോയിട്ടില്ല. ശരി. വേറൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാല് മറ്റേ ബ്രദർ അമേരിക്കയിലുണ്ടോ? ഇല്ല. ഇല്ല, അദ്ദേഹം നാട്ടിൽ തന്നെയാണ്. നാട്ടിൽ തന്നെ. ഓക്കെ. ആ സാർ അദ്ദേഹം മിസ് ആയിട്ട് ഉണ്ടെന്നുള്ള ഒരു ബോധ്യം എപ്പോഴേലും വരുന്നുണ്ടോ? ഇവിടെ ഇല്ല എന്നുള്ള ഒരു ഫീലിംഗ് എപ്പോഴേലും? ഇല്ല, ഞങ്ങൾക്കുള്ള എൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നാടുമായിട്ടുള്ള ബന്ധമായതുകൊണ്ട് പിന്നെ എപ്പോഴും നാടുമായിട്ട് ചെല്ലുന്നത് കൊണ്ടും പിന്നെ അവിടെയാണ് താമസിച്ചിരുന്നത്. ഞാൻ എൻ്റെ വീട് പുതുക്കി പണിതത് വരെയും പുള്ളിയുടെ കൂടാണ് താമസിച്ചിരുന്നത്. അപ്പോൾ ആ ഒരു ബന്ധമുണ്ട്. അപ്പോൾ ഒരിക്കലും എനിക്ക് അങ്ങനെ ഒരു നീണ്ട വർഷങ്ങളുടെ ഒരു ഗ്യാപ്പ് ഒരിക്കലും അനുഭവിച്ചിട്ടില്ല. പിന്നെ പുള്ളിയുടെ തീരുമാനമാണ് ഇങ്ങോട്ട് വരുന്നില്ല എന്നുള്ളത്. പുള്ളിയുടെ തീരുമാനമായിരുന്നു അമേരിക്കയിലേക്ക് വരുന്നില്ല എന്നുള്ളത്. ഇനിയും ചോദിച്ചു കഴിഞ്ഞാല് നിങ്ങൾ എല്ലാവരും കെമിസ്ട്രിയാണ് എടുത്തത് അല്ലേ? അല്ല, ഞാൻ മാത്തമാറ്റിക്സ് ആയിരുന്നു. സോറി അബൌട്ട് ഇറ്റ്. ഓക്കെ. പക്ഷേ കെമിസ്ട്രി ഒരു ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട് അല്ലേ? കെമിസ്ട്രിയോട്, കാരണം സയൻസ് പരമായിട്ടാണ് ഞങ്ങൾ കൂടുതലും. താങ്ക് യു. ഇത്രയും സമയം എന്നോടൊപ്പം ചെലവഴിച്ചതിന് ഒത്തിരി ഒത്തിരി സന്തോഷം. ഇനിയും കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. വേറൊരു സമയത്ത് ഞാനത് ഉപയോഗിക്കാമെന്ന് നോക്കാം. താങ്ക് യു സോ മച്ച്. സാറിന് എന്തെങ്കിലും രണ്ടു വാക്ക് കൂടെ പറയാനുണ്ടോ? കുടുംബക്കാരെ, സാറിന്റെ ബ്രദേഴ്സിനെ പറ്റി? താങ്ക് യു സിനി. ഞങ്ങൾക്ക് പറഞ്ഞ പോലെ തന്നെ ഇപ്പം ഈ എൻ്റെ ട്വിൻ ബ്രദറിന്റെ കാര്യം പറഞ്ഞത്, ട്വിൻ ബ്രദറിനെ ഇപ്പം തമ്മിൽ ഐഡന്റിഫൈ ചെയ്യാൻ പലർക്കും ബുദ്ധിമുട്ടുണ്ട്. പലരും ഇപ്പം അവൻ നാട്ടിലെ നമ്മുടെ ക്രൈസ്റ്റ് ചർച്ച് കൊടുകുളഞ്ഞിയിലെ വാർഡനാണ്, ട്രസ്റ്റിയായിട്ട് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. പക്ഷെ പലരും ചെല്ലുമ്പം പലരും എന്നോട് ചോദിക്കാറുണ്ട്, കൊടുകുളഞ്ഞി നിന്ന് സംസാരിക്കുന്ന കേട്ടല്ലോ, കൊടുകുളഞ്ഞി പോയായിരുന്നു എന്നൊക്കെ. പലർക്കും അങ്ങനെ അറിയാൻ പറ്റാത്തെങ്കിലും ഞങ്ങളുടെ റിലേഷൻസ് വളരെ സന്തോഷകരമായിട്ട് കാര്യങ്ങളെല്ലാം മുമ്പോട്ട് പോകുന്നു. കാര്യങ്ങൾ പോകുന്നു, എല്ലാം ഷെയർ ചെയ്ത് പോകുന്നു. ശരിയെന്നാ. താങ്ക് യു സിനി. താങ്ക് യു സിനി. താങ്ക് യു. ഗോഡ് ബ്ലെസ്. താങ്ക് യു സിനി.